അമേരിക്കൻ എംബസിക്കുള്ളിലേക്ക് വിസിറ്റേഴ്സ് ടൈമിൽ ഒരാൾ കയറി വരുന്നു. നല്ല കോട്ടൊക്കെ ധരിച്ച ഒരു മൊട്ട തലയൻ. സോ എംബസിക്കുള്ളിലേക്ക് കയറുമ്പോൾ റെഗുലർ ചെക്കപ്പ് ഉണ്ടാവുമല്ലോ, അവനെയും ചെക്ക് ചെയ്യുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്യൂട്ട് കേസ് സ്കാനിംഗ് മെഷീനിൽ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ പല പീസ് പീസായിട്ട് അഴിച്ചു വെച്ച ഒരു സ്നൈപ്പർ ഗൺ അതിനുള്ളിൽ അവർ കണ്ടുപിടിക്കുന്നു. അത് മാത്രമല്ല, അവനെ ചെക്ക് ചെയ്ത സമയത്ത് അവന്റെ ബോഡിയിൽ അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ തോക്കുകളും വെടിയുണ്ടകളും നിറച്ചു വെച്ചിരുന്നു. സ്തബ്ധരായി പോയ പോലീസ് സംഘം അവനെ അറസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലോക്കപ്പിൽ ലോക്ക് ചെയ്തിരുത്തി മേലധികാരിയെ വിളിക്കുന്നു. സോ കാര്യമറിഞ്ഞ മേലധികാരിയും വേഗം തന്നെ അവിടേക്ക് എത്തി. ആ അസാസിന്റെ കയ്യിൽ വിലങ്ങിട്ട് അതൊരു ചങ്ങലയിൽ ആ മേശയിൽ ബന്ധിപ്പിച്ചിട്ടാണുള്ളത്. ആ സെക്യൂരിറ്റി ഒന്നും പോരാഞ്ഞിട്ട് അവന് ചുറ്റും തോക്കുമേന്തിയ നിരവധി പോലീസുകാരും കാവൽ നിൽപ്പുണ്ട്. സോ ആ സുപ്പീരിയർ ഓഫീസർ അസാസിന്റെ പെട്ടിയിലുണ്ടായിരുന്ന സ്നൈപ്പർ അസംബിൾ ചെയ്ത് അസാസിനെ ഉന്നം വെച്ച് ആ മേശപ്പുറത്തേക്ക് വയ്ക്കുന്നു. പറ, ആരാ നീ? ഈ സ്നൈപ്പറും കൊണ്ട് അമേരിക്കൻ എംബസിക്കുള്ളിലേക്ക് കടക്കാൻ നിനക്ക് എവിടുന്നാണ് ഇത്രയും ധൈര്യം? നീ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്? നിന്നെ ആരാ അയച്ചത്? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ സുപ്പീരിയർ ഓഫീസർ അവനോട് തുരുതുര ചോദിച്ചുകൊണ്ടേയിരുന്നു. നീ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ നീ എന്റെ ടീച്ചറും ഞാൻ നിന്റെ സ്റ്റുഡന്റും ഒന്നുമല്ലല്ലോ. പൊടെ പൊടെ പോയി വല്ല പണിയും നോക്ക് എന്നും പറഞ്ഞ് അവൻ പോലീസുകാരനെ കളിയാക്കി ചിരിക്കുന്നു. അതോടെ ദേഷ്യം വന്ന ആ പോലീസ് ഓഫീസർ ആ സ്നൈപ്പറിനുള്ളിലേക്ക് വെടിയുണ്ടയിൽ നിറച്ച് അവന് നേരെ ചൂണ്ടി നിൽക്കുന്നു. ആ ഒരു മൊമെന്റ് കാത്തിരുന്നതുപോലെ ആ അസാസിൻ അവനെ കെട്ടിയിരുന്ന ആ മേശ തട്ടിത്തെറിപ്പിക്കുന്നു. പൊടുന്നനെ ആ സ്നൈപ്പറിൽ നിന്നും വെടിയുണ്ട ചീറിപ്പാഞ്ഞു വരുന്നു. കൃത്യസമയത്ത് തന്നെ അസാസിൻ അവന്റെ കയ്യിലെ ചങ്ങല ആ വെടിയുണ്ടയ്ക്ക് നേരെ കാണിച്ചതും വെടിയുണ്ട കൊണ്ട് ചങ്ങല പൊട്ടുന്നു. തോക്കും കൊണ്ട് അവന്റെ അടുത്തേക്ക് വന്ന പോലീസുകാരെയെല്ലാം അവൻ പറന്നും ഇടിച്ചും ചവിട്ടിയും അറഞ്ചം പുറഞ്ചം തല്ലിക്കൂട്ടുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുകയാണ് സുപ്പീരിയർ ഓഫീസർ. അസാസിൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. വെട്ടാനുള്ള ആട് സ്വമേധയാ കത്തിയുടെ അടുത്തേക്ക് വന്നല്ലോ, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഞാൻ കൊല്ലാൻ വന്നത് നിന്നെയാടാ എന്ന് പറഞ്ഞ് അസാസിൻ ആ ഓഫീസറെ കൊല്ലുന്നു. അപകടം മനസ്സിലാക്കിയ ഡിഫൻസ് ടീം അവിടേക്ക് എത്തിച്ചേരുമ്പോഴേക്കും നമ്മുടെ അസാസിൻ സെക്യൂരിറ്റി ചീഫിന്റെ വേഷമണിഞ്ഞ് അവിടെ നിന്ന് നൈസായിട്ട് പുറത്തു കിടക്കുന്നു.